ഹലോ എവരിവൺ, എൻ്റെ പേര് രാജ്കുമാർ ടി എം. നമ്മളിന്ന് പുതിയൊരു സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. UPSC സിവിൽ സർവീസ് എക്സാമിനേഷന് വൺ ഓഫ് ദി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്, ദാറ്റ് ഈസ് ജോഗ്രഫി. ഓക്കെ, ജോഗ്രഫി എന്നൊരു സബ്ജക്റ്റിനെ നിങ്ങൾ +1 +2 ടൈമിൽ ഹ്യൂമാനിറ്റീസ് അല്ല, അല്ലെങ്കിൽ ഡിഗ്രിയിൽ ഇതുമായി ബന്ധപ്പെട്ട സബ്ജക്റ്റ് അല്ല പഠിച്ചതെങ്കിൽ മേ ബി ഒരു 10ാം ക്ലാസ് വരെ മാത്രം ഫോളോ ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയുള്ള സബ്ജക്റ്റാണ്. അതിനുശേഷം നമ്മളതിനെ കാര്യമായി എടുത്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് അതിനുശേഷം വായിക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോഗ്രഫി എന്ന് കേൾക്കുമ്പോൾ പൊതുവേ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് മാപ്സ്, ലൊക്കേഷൻ, പ്ലേസസ് പോലുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമ്മളുടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ജോഗ്രഫിയിൽ മാപ്സ്, ലൊക്കേഷൻ, പ്ലേസസ് മാത്രം പഠിച്ചാൽ പോരാ. അതായത് മാപ്സും ലൊക്കേഷനും പ്ലേസസും പഠിക്കണം. അത് മാത്രമല്ല, അത് വേറെ കുറച്ച് കോൺസെപ്റ്റ്സും മെക്കാനിസവും മനസ്സിലാക്കാനുണ്ട്. ഇപ്പോൾ ജോഗ്രഫി ഒരു ഡിഗ്രി ആയിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഒരു പക്ഷേ നിങ്ങൾ BSc ജോഗ്രഫിയെ പറ്റിയും അല്ലെങ്കിൽ BA ജോഗ്രഫിയെ പറ്റിയും കേട്ടിട്ടുണ്ടാവും. അതായത് ജോഗ്രഫി എന്ന സബ്ജക്റ്റ് ഇറ്റ്സ് ആൻ സയൻസ് സബ്ജക്റ്റ്. അത് വേറൊരു പെർസ്പെക്റ്റീവിൽ ഒരു ആർട്ട് സബ്ജക്റ്റും കൂടിയാണ്. നമ്മുടെ സിലബസ് വെച്ച് പോയി നോക്കുമ്പോൾ ഇറ്റ്സ് മോർ ഇൻ ടു ദി സയൻസ് പാർട്ട്. അതായത് ആർട്സ് പാർട്ട് ഇല്ല എന്നല്ല, സയൻസ് പാർട്ടാണ് കുറച്ച് കൂടുതൽ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സബ്ജക്റ്റ് ഒരു പരിധി വരെ കുറച്ച് ടെക്നിക്കൽ ആണെന്ന് നമുക്ക് പറയാം. ഈ ടെക്നിക്കൽ ആയതുകൊണ്ട് തന്നെ ഒരുപാട് മഗ്ഗിങ് അപ്പിന്റെ ആവശ്യം നമുക്കിവിടെ വരുന്നില്ല. കോൺസെപ്റ്റ്സ് ലോജിക്കലി മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ആ രീതിയിൽ ഹിറ്റ് ചെയ്യുവാൻ സാധിക്കും. അപ്പോൾ ഈ ജോഗ്രഫി എന്നുള്ള സബ്ജക്റ്റിൽ നമ്മൾ ഏറ്റവും സിഗ്നിഫിക്കൻസ് കൊടുക്കേണ്ടത് തുടക്കത്തിലെ അതിലെ കോൺസെപ്റ്റ്സ് വ്യക്തമായി മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ട് ഓരോ കോൺസെപ്റ്റും മനസ്സിൽ ഉറപ്പിക്കണം. ഞാനത് വളരെ ഈസി ആയ രീതിയിൽ, വളരെ എളുപ്പമായ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടാവും. ആ കോൺസെപ്റ്റ്സ് വീണ്ടും കേട്ട് ഉറപ്പിക്കുക. ആ ഒരു കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക. അത് ഉറപ്പാണെങ്കിൽ ബാക്കിയുള്ള ഫാക്ച്വൽ കണ്ടന്റ് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പൊ എന്താണ് ഈ കോൺസെപ്റ്റ്വൽ കണ്ടന്റ്, എന്താണ് ഈ ഫാക്ച്വൽ കണ്ടന്റ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ സൈക്ലോൺ എന്നൊരു ടോപ്പിക് പഠിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് സൈക്ലോൺ ഉണ്ടാവുന്നത്, സൈക്ലോൺ ഉണ്ടാവാൻ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെ, എന്തിൻ്റെയൊക്കെ റിസൾട്ടാണ് സൈക്ലോൺ, അപ്പോൾ കാറ്റ് ഇങ്ങനെ വീശുന്നു, അതിന്റെ റിസൾട്ടായിട്ട് ഒരു സ്വേർലിംഗ് മൂവ്മെന്റ് ഉണ്ടാവുന്നു, കോറോളിസ് ഫോഴ്സ് എഫക്റ്റഡ് ആവുന്നു എന്നൊക്കെ ഞാനോട് പറയും. അപ്പോൾ അത്തരത്തിൽ എങ്ങനെ സൈക്ലോൺ രൂപപ്പെടുന്നു എന്ന് പറയുന്നതാണ് അതിന്റെ മെക്കാനിസം. ആ മെക്കാനിസമാണ് ഞാൻ പറഞ്ഞ കോൺസെപ്ച്വൽ പാർട്ട്. നേരെ മറിച്ച് നമ്മളിപ്പോൾ ഇന്ത്യൻ ജോഗ്രഫി പഠിക്കുകയാണ്. ഇന്ത്യൻ ജോഗ്രഫിയിൽ വെൻ വി ആർ സ്റ്റഡിങ് അബൌട്ട് ദി റിവേഴ്സ്, ഇന്ത്യയിലെ നദികളും അവരുടെ ട്രിബ്യൂട്ടറീസും പഠിക്കുകയാണെങ്കിൽ അതൊരു ഫിക്സഡ് നെയിം ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൃഷ്ണ റിവറിന്റെ ട്രിബ്യൂട്ടറിയാണ് തുംഗഭദ്ര എന്നുള്ളത്. വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്, വർഷങ്ങളോളം അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ അതൊരു ഫാക്ച്വൽ കണ്ടന്റാണ്. അതിനിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പ്രത്യേകം നിന്ന് എക്സ്പ്ലെയിൻ ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് ആ നോട്ട് വായിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ കൃഷ്ണയുടെ ട്രിബ്യൂട്ടേഴ്സ് ലിസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അങ്ങനെ പഠിക്കുവാൻ പറ്റും. പക്ഷെ നേരെ മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ്വൽ പാർട്ടാണെങ്കിൽ അതിന് ഒരാളുടെ റെപ്രസെന്റേഷൻ ഉള്ളത് എപ്പോഴും ബെനിഫിഷ്യൽ ആണ്. അപ്പൊ ആ രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, കോൺസെപ്റ്റ്വൽ പാർട്ടിന് കുറച്ച് ഫോക്കസ് കൊടുത്തു. ഫാക്ച്വൽ പാർട്ട് പഠിപ്പിക്കില്ല എന്നല്ല, കോൺസെപ്റ്റ്വൽ പാർട്ട് വ്യക്തമായി ക്ലിയർ ആവുന്ന രീതിയിലായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടാവുക. അപ്പൊ ആ രീതിയിലാണ് നമുക്ക് ജോഗ്രഫി പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ പൊതുവെ കുട്ടികളോട് ചോദിക്കുമ്പോൾ ചില കുട്ടികൾക്ക് ജോഗ്രഫി ഭയങ്കര എളുപ്പമായിരിക്കും, ചില കുട്ടികൾക്ക് ജോഗ്രഫി ഭയങ്കര പാടായിരിക്കും. അതിന് മിഡിൽ പാത്തിൽ നിൽക്കുന്ന ആൾക്കാരെ കാണൽ ഇത്തിരി കുറവാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ ഇതിലെ കോൺസെപ്റ്റ് സുഖമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും, വേറെ ചില ആൾക്കാർ അത് ബൈഹാർട്ട് പഠിക്കാൻ നോക്കും. അപ്പോൾ അത് മനസ്സിലാക്കുമ്പോൾ സംഭവം എളുപ്പമാണ്, നേരെ മറിച്ച് ബൈഹാർട്ട് പഠിക്കാൻ നോക്കുമ്പോഴാണ് പാടാവുന്നത്. അപ്പൊ നമ്മുടെ അപ്രോച്ച് എന്തായിരിക്കും, കോൺസെപ്റ്റ് കൃത്യമായി സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ സിമ്പിൾ ആയിട്ട് ഞാൻ മനസ്സിലാക്കി തരാം. ഇനി നമുക്ക് ഈ ഒരു സബ്ജക്റ്റിനെ എങ്ങനെയാണ് UPSC പ്ലേസ് ചെയ്തിട്ടുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ മെയിൻസ് നോക്കുകയാണെങ്കിൽ, മെയിൻ സിലബസ് നോക്കുകയാണെങ്കിൽ GS 1 ജോഗ്രഫി വന്നിട്ടുള്ളത്. അപ്പൊ GS 1 വന്നിട്ടുള്ള ജോഗ്രഫി ലൈക്ക് ആ GS 1 മെയിൻസിലെ എല്ലാ കൊല്ലവും ചോദിക്കുന്നു ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിനെ പറ്റിയിട്ട്. അപ്പോൾ ആ GS 1 ലൈക്ക് ഹിസ്റ്ററിയോടൊപ്പം തന്നെ വരുന്നതാണ് ജോഗ്രഫി. അതായത് നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്ന ഒരു സബ്ജക്ട് തന്നെയാണ് എന്ത്, ജോഗ്രഫി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഇത് എത്രത്തോളം എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ബേസിക്കലി ഈ ഒരു സബ്ജക്റ്റിന്റെ ഓറിയന്റേഷൻ മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓറിയന്റേഷൻ എന്ന് പറയുമ്പോൾ എത്ര ചോദ്യങ്ങൾ വരുന്നു, അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങൾ പഠിക്കണം, നമുക്ക് പഠിക്കേണ്ട മൈക്രോ ടോപ്പിക്സ് എന്തൊക്കെ, അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ ഇന്ന് ബേസിക്കലി ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം ഹൗ ഇമ്പോർട്ടന്റ് ഇസ് ദിസ് സബ്ജക്ട്. ഈ സബ്ജക്ട് എത്രത്തോളം സിഗ്നിഫിക്കന്റ് ആണ് നമ്മുടെ സിവിൽ സർവീസ് പോയിന്റ് ഓഫ് വ്യൂ എന്ന് നോക്കാം. അപ്പൊ സിലബസിൽ ഈ സബ്ജക്റ്റിനെ പറ്റി എന്താണ് പറയുന്നത്, വാട്ട് ദേ ആർ ഡീലിംഗ് അബൌട്ട് ദി സിലബസ് ഓഫ് ജോഗ്രഫി ഫോർ ദി UPSC പ്രിലിംസ് എക്സാമിനേഷൻ. പ്രിലിംസിനായി നോക്കാം. പ്രിലിംസിന് സിലബസ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ജോഗ്രഫിയെ പറ്റി UPSC ഒരു സെന്റൻസ് മാത്രമേ പറയുന്നുള്ളൂ. എന്താ സെന്റൻസിൽ പറയുന്നത്, ഇന്ത്യൻ ആൻഡ് വേൾഡ് ജോഗ്രഫി. ഇന്ത്യൻ ജോഗ്രഫിയും വേൾഡ് ജോഗ്രഫിയും. എന്ത് ജോഗ്രഫിയാണ് പറയുന്നത്, ഫിസിക്കൽ ജോഗ്രഫി, സോഷ്യൽ ജോഗ്രഫി, എക്കണോമിക് ജോഗ്രഫി ഓഫ് ദി ഇന്ത്യ ആൻഡ് വേൾഡ്. എളുപ്പത്തിൽ കഴിഞ്ഞു. ഓക്കെ, പ്രിലിംസിൽ ജോഗ്രഫി എന്ത് പഠിക്കണം, ഫിസിക്കൽ, സോഷ്യൽ, എക്കണോമിക് ജോഗ്രഫി ഓഫ് ഇന്ത്യ ആൻഡ് വേൾഡ്. അതെന്തൊക്കെ പഠിക്കണം, അത് നിങ്ങൾ കണ്ടുപിടിക്കണം.
അതാണ് UPSC പറയുന്നത്. സോ ഫിസിക്കൽ സോഷ്യൽ എക്കണോമിക് ജോഗ്രഫി ഓഫ് ഇന്ത്യ ആൻഡ് വേൾഡ്. എന്താണ് ഫിസിക്കൽ ജോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഫിസിക്കൽ ജോഗ്രഫി? നമുക്ക് ചുറ്റും കാണുന്ന ഫിസിക്കൽ ഫീച്ചേഴ്സ്, ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, മൗണ്ടെയിൻസ് ആവാം, പ്ലാറ്റ്യൂസ് ആവാം, വോൾക്കാനോസ് ആവാം, ഓഷ്യൻസ് ആവാം, ഇതെല്ലാം തന്നെയാണ് നമ്മൾ എവിടെ പഠിക്കുന്നത്? ഫിസിക്കൽ ജോഗ്രഫിയിൽ പഠിക്കുന്നത്. സോഷ്യൽ ജോഗ്രഫി എന്ന് പറയുമ്പോൾ ഒരു പരിധിവരെ പോപ്പുലേഷൻ അല്ലെ, ഹ്യൂമൻ പോപ്പുലേഷൻ, ഹ്യൂമൻ ലിറ്ററസി, ഹ്യൂമൻ മൈഗ്രേഷൻ, സെറ്റിൽമെന്റ്സ് പോലുള്ള കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്, സോഷ്യൽ ജോഗ്രഫിയിൽ വരുന്നത്. പിന്നെ എക്കണോമിക് ജോഗ്രഫി. എന്താണ് എക്കണോമിയും ജോഗ്രഫിയും തമ്മിലുള്ള ബന്ധം? എക്കണോമിക് ജോഗ്രഫി തമ്മിൽ വളരെ സ്ട്രോങ് റിലേഷൻ ഉണ്ട്. എന്താ വരുന്നത്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇന്ത്യ എന്ന രാജ്യം നോക്കുമ്പോൾ ഇന്ത്യയുടെ എക്കണോമിയിൽ വളരെ സിഗ്നിഫിക്കൻസ് കളിക്കുന്ന ഒരാളാണ് അഗ്രികൾച്ചർ. ഇവിടുത്തെ മിനറൽസ്, ഇവിടുത്തെ ഇൻഡസ്ട്രീസ്, ഇതെല്ലാം തന്നെ ഇത് മിക്കതും ജോഗ്രഫി ഓറിയന്റഡ് അല്ലേ? ജോഗ്രഫി ഓറിയന്റഡ് അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രികൾച്ചറും ജോഗ്രഫിയും തമ്മിൽ വളരെ വ്യക്തമായ ഒരു ബന്ധമല്ലേ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലെറ്റ് us കൺസിഡർ ടീ. ചായല നമുക്ക് കൺസിഡർ ചെയ്യാം. ടീ കൾട്ടിവേഷൻ. നിങ്ങൾ ടീ കൾട്ടിവേറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും എല്ലാവരും. എവിടെയാ ടീ കൾട്ടിവേറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്? ഒന്നുകിൽ മൂന്നാർ പോകുമ്പോൾ അല്ലെ, അല്ലെങ്കിൽ വയനാട് പോകുമ്പോൾ, ഇത്തരത്തിൽ ഹില്ലി റീജിയനിൽ പോകുമ്പോഴാണ് ടീ കൾട്ടിവേഷൻ നടത്തുന്നത്. എന്തുകൊണ്ടാണ് ഹില്ലി റീജിയനിൽ ടീ കൾട്ടിവേഷൻ നടത്തുന്നത്? ടീക്ക് വേണ്ട കണ്ടീഷൻ അതാണ്. ടീ ഈസ് കൺസിഡർഡ് ടു ബി എ ട്രോപ്പിക്കൽ പ്ലാന്റ് which can grow in a temperature between 20 degree to 30 degree Celsius. 20 മുതൽ 25-30 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചറിൽ വളരുന്ന ട്രോപ്പിക്കൽ ഷ്രബ് ആണ് ടീ. അതിന് 100 മുതൽ 150 സെന്റിമീറ്റർ വരെ റെയിൻഫോൾ വേണം. അവിടെ വാട്ടർ ഡ്രെയിൻഡ് സോയിൽ ആയിരിക്കണം, അതായത് വെള്ളം കെട്ടിക്കിടക്കാത്ത, വെള്ളം കൃത്യമായി ഒഴുകിപ്പോകുന്ന സോയിൽ ആയിരിക്കണം. അപ്പൊ ഇത്രയും ടെമ്പറേച്ചർ ഉള്ള വെള്ളം കൃത്യമായി ഒഴുകിപ്പോകുന്നത് മലയുടെ സ്ലോപ്സിലാണ്. അപ്പൊ അധികം ഉയരമില്ലാത്ത ഹിൽസിന്റെ സ്ലോപ്സിലാണ് ടീ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ടീ കൾട്ടിവേഷൻ ലാഭകരമാണെന്ന് പറഞ്ഞ് ഞാൻ എറണാകുളം സിറ്റിയിൽ 1 ഏക്കർ സ്ഥലം വാങ്ങി ടീ കൾട്ടിവേഷൻ നടത്തിയ ഗുണമുണ്ടോ? ഇല്ല. കാരണം എന്താ? ആ ടീക്ക് വളരാൻ വേണ്ട ജോഗ്രഫിക്കൽ ക്ലൈമറ്റോളജിക്കൽ കണ്ടീഷൻ അതല്ല. അപ്പൊ ഇതേപോലെ ഓരോ ക്രോപ്പിനും വളരാൻ വേണ്ട ജോഗ്രഫിക്കൽ ക്ലൈമറ്റിക്കൽ കണ്ടീഷൻസ് ഉണ്ട്. അതിനനുസരിച്ച് അവിടെ വളരുള്ളൂ. അപ്പോൾ ജോഗ്രഫിയും അഗ്രികൾച്ചറും തമ്മിൽ ബന്ധമുണ്ട്. ഇതേപോലെ തന്നെ മിനറൽസ് അല്ലെ, നമുക്ക് പല മിനറൽസും പല ഭാഗത്ത് കാണാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇന്ത്യയിൽ ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയി മിനറൽസ് കാണുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഡെക്കാൻ പ്ലാറ്റ്യൂ അല്ലെങ്കിൽ ചോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂ. ഈ ഭാഗങ്ങളിൽ കാണുന്നത് ആ പ്ലാറ്റ്യൂ റീജൻസിലാണ് കാണുന്നത് അല്ലെ. ഇന്ത്യയുടെ മേജർ മൈനിങ് റീജൻസ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒഡീഷ, വെസ്റ്റ് ബംഗാൾ, ഛത്തീസ്ഗഡ് എന്ന് പറയും, അല്ലെങ്കിൽ കർണാടക എന്ന് പറയും. അപ്പോൾ ഇത്തരത്തിൽ ആ മിനറൽസും അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ എലമെന്റ്സും കിടക്കുന്നത് എങ്ങനെയാണ്? കുറച്ച് ജോഗ്രഫി ബേസ്ഡ് ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ ഇൻഡസ്ട്രീസും ഈ പറയുന്ന മിനറൽസിന് അടുത്ത് തന്നെയല്ലേ സ്റ്റീൽ ഇൻഡസ്ട്രി. എവിടെയാണോ അയൺ കിട്ടുന്നത് അതിനടുത്തായിരിക്കും മിക്കപ്പോഴും സ്റ്റീൽ ഇൻഡസ്ട്രി ഉണ്ടാവുക. അപ്പൊ അത്തരത്തിൽ ഇൻഡസ്ട്രി ഡിസ്ട്രിബ്യൂഷനും അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. കോട്ടൺ ഇൻഡസ്ട്രി എവിടെയുള്ളത്? ഏറ്റവും കൂടുതൽ കോട്ടൺ ഇൻഡസ്ട്രി എവിടെ കൂടുതൽ കാണാൻ പറ്റുക? ഗുജറാത്ത്, മഹാരാഷ്ട്ര റീജിയനിലാണ്. അതെന്തുകൊണ്ടാ? ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും കോട്ടൺ നന്നായിട്ട് വളരുന്നുണ്ട്. അതെന്തുകൊണ്ടാ? അവിടെ ബേസിക്കലി ബ്ലാക്ക് സോയിൽ ആണുള്ളത്. ബ്ലാക്ക് സോയിൽ ഗുഡ് ഫോർ കോട്ടൺ ആണ്. അപ്പൊ ഇത്തരത്തിൽ എക്കണോമിയും ജോഗ്രഫിയും തമ്മിലുള്ള ബന്ധമുണ്ട്. അതൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അത് സോ അത്രേ പറയുന്നുള്ളൂ ഫിസിക്കൽ, സോഷ്യൽ ആൻഡ് എക്കണോമിക് ജോഗ്രഫി ഓഫ് ദി വേൾഡ്. ഞാനിപ്പോ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സിലബസിൽ പഠിച്ചു പോട്ടോ. ഓക്കെ, ഇതാണ് പ്രിലിംസിന് പറയുന്നുള്ളൂ. മെയിൻസിന് പറയുന്ന കാര്യത്തിൽ ദേ ആർ ഡിവൈഡിംഗ് ഇൻടു 3 ടോപ്പിക്സ്. എന്തൊക്കെയാണ് മെയിൻസിൽ പറയുന്നത്? ഒന്ന്, സേലിയൻ ഫീച്ചേഴ്സ് ഓഫ് വേൾഡ് ഫിസിക്കൽ ജോഗ്രഫി. വേൾഡിലെ ഫിസിക്കൽ ജോഗ്രഫിയുടെ സേലിയൻ ഫീച്ചേഴ്സ്, അതായത് വേൾഡിലെ ഫിസിക്കൽ ജോഗ്രഫി അത്രേ പറയുന്നുള്ളൂ. മൗണ്ടൻസിനെ പറ്റിയിട്ടാവാം, പ്ലാറ്റ്യൂവിനെ പറ്റിയിട്ടാവാം, റിവേഴ്സിനെ പറ്റിയിട്ടാവാം, എല്ലാ കാര്യങ്ങളും വരും. ദെൻ അടുത്തൊരു പാരഗ്രാഫ് നോക്കണേ. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കീ നാച്ചുറൽ റിസോഴ്സസ് അക്രോസ് ദ വേൾഡ് ഇൻക്ലൂഡിംഗ് സൗത്ത് ഏഷ്യ ആൻഡ് ദി ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. ഇമ്പോർട്ടന്റ് നാച്ചുറൽ റിസോഴ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ, അയൺ ആവാം, അലുമിനിയം ആവാം, ഇത്തരത്തിലുള്ള ഇമ്പോർട്ടന്റ് ആയ നാച്ചുറൽ റിസോഴ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ എവിടെ? വേൾഡില് ഇൻക്ലൂഡിംഗ് സൗത്ത് ഏഷ്യ ആൻഡ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. അതേപോലെ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദി ലൊക്കേഷൻ ഓഫ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിഷറി സെക്ടർ ഇൻഡസ്ട്രീസ് ഇൻ വേരിയസ് പാർട്സ് ഓഫ് ദി വേൾഡ് ഇൻക്ലൂഡിംഗ് ഇന്ത്യ. അതായത് ലോകത്തിന്റെ പല ഭാഗത്തും പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി സെക്ടർ വരുന്ന ഇൻഡസ്ട്രീസ് ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ എന്താ പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ, നേച്ചറിൽ നേരിട്ട് എടുക്കുന്ന അഗ്രികൾച്ചർ പോലുള്ള കാര്യങ്ങൾ. സെക്കൻഡറി മാനുഫാക്ചറിങ് വരുന്നത്, ടെറിഷറി സർവീസ് സെക്ടർ. ഇതിന്റെ എല്ലാം ലൊക്കേഷൻ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ്, അത്രയും പറ്റിയും ചോദിക്കണം. അപ്പൊ അതാണ് അതിനെ പറ്റിയും ചോദിക്കുക. അപ്പൊ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കീ നാച്ചുറൽ റിസോഴ്സസ്, അതുപോലെ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ലൊക്കേഷൻ ഓഫ് പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി സെക്ടർ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നതാണ് സെക്കൻഡ് പാരഗ്രാഫിൽ വരുന്നത്. ഇനി തേർഡില് ഇമ്പോർട്ടന്റ് ജിയോ ഫിസിക്കൽ ഫിനോമിന സച്ച് ആസ്, അതായത് ഇമ്പോർട്ടന്റ് ജിയോ ഫിസിക്കൽ ഫിനോമിന സച്ച് ആസ് എന്തൊക്കെയാ? എർത്ത് സുനാമി, വോൾക്കാനിക് ആക്ടിവിറ്റി, സൈക്ലോൺ എക്സെട്ര. എർത്ത്
സുനാമി, വോൾക്കാനിക് ആക്ടിവിറ്റി, വോൾക്കാനിസം, അതേപോലെ സുനാമി പോലെയുള്ള സൈക്ലോൺ പോലെയുള്ള ഇമ്പോർട്ടന്റ് ആക്ടിവിറ്റിയെ പറ്റി ചോദിക്കാമെന്ന് പറയുന്നു. ഇതുകൂടാതെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആൻഡ് ലൊക്കേഷൻ ചേഞ്ചസ് ഇൻ ക്രിട്ടിക്കൽ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഇൻക്ലൂഡിംഗ് വാട്ടർ ബോഡീസ്, ഐസ് ക്യാപ്സ് ആൻഡ് ഇൻ ഫ്ലോറ ആൻഡ് ഫോണ ആൻഡ് ദി എഫക്ട് ഓഫ് സച്ച് ചേഞ്ചസ്. അതായത് ക്രിട്ടിക്കൽ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആയ വാട്ടർ ബോഡീസിലും ഐസ് ക്യാപ്സ്, ഗ്ലേഷ്യേഴ്സിലൊക്കെ വരുന്ന മാറ്റങ്ങൾ, അതിനെപ്പറ്റിയും പഠിക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് എന്ത് ജോഗ്രഫിയുടെ മെയിൻ സിലബസിൽ പറയുന്നത്. ഇപ്പൊ എനിക്ക് മനസ്സിലായി പ്രിലിംസിന്റെ സിലബസും മെയിൻസിന്റെ സിലബസും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കണമെന്ന് കൃത്യമായ ഒരു ധാരണ കിട്ടിയിട്ടുണ്ടോ? ഉണ്ടാവില്ല. കാരണം ഈ സിലബസ് വളരെ വേഗമായിട്ട് പറയുക ചെയ്തിരിക്കുന്നത്. ഇതിനുള്ളിൽ മൈക്രോ ടോപ്പിക്സ് ഒന്നും സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത്രയും കാലം UPSC ചോദിച്ചിരുന്ന ഒരു മെത്തേഡ് വെച്ചുകൊണ്ടും നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ടോപ്പിക്സിനെ എല്ലാം നമ്മൾ പല പല മൈക്രോ ടോപ്പിക്സ് ആയി ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ മൈക്രോ ടോപ്പിക്സ് ആയി ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ ഫിസിക്കൽ, സോഷ്യൽ, എക്കണോമിക്, ജോഗ്രഫി എന്ന് ജോഗ്രഫിക് സിലബസിൽ പറഞ്ഞ കാര്യങ്ങളെ വീണ്ടും കുഞ്ഞു കുഞ്ഞു ഹെഡിങ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അതിനിടയിൽ വീണ്ടും കുഞ്ഞു കുഞ്ഞു ഹെഡിങ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വെച്ച് പോയാൽ മാത്രമേ നമുക്ക് ഇതെല്ലാം കംപ്ലീറ്റ്ലി കവർ ചെയ്ത് പോകുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ കവർ ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് പഠിക്കുന്നത് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ക്വാണ്ടിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ എത്ര പഠിച്ചു, എന്തൊക്കെ പഠിച്ചു, ഇനി എന്തൊക്കെ പഠിക്കാൻ ബാക്കിയുണ്ടെന്ന് അറിയണ്ടേ, അതിനാണ്. അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് വിൽ ബി ഡിവൈഡിങ് ഇൻടു സബ് ടോപ്പിക്സ്. അതിന് മുൻപായിട്ട് വിൽ സി കഴിഞ്ഞ ഒരു 5 വർഷങ്ങളായിട്ട് ജോഗ്രഫിയിൽ നിന്ന് പ്രിലിംസിന് എത്ര ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്നൊരു കാര്യം നമുക്ക് ജസ്റ്റ് നോക്കാം. 5 വർഷം നമ്മൾ 2025 ഉൾപ്പെടെ 2021 വി ഹാഡ് അറൌണ്ട് 12 ക്വസ്റ്റ്യൻസ് ഫ്രം ജോഗ്രഫി. ഏകദേശം 12 ചോദ്യങ്ങളാണ് ജോഗ്രഫിയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായത്. 2022 സെയിം ട്രെൻഡ് ആയിരുന്നു, 12 ചോദ്യങ്ങൾ തന്നെയാണ് ജോഗ്രഫിയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായത്. 2021 കൂടി 21 ചോദ്യങ്ങൾ, 2023 കൂടി 21 ചോദ്യങ്ങൾ, അതായത് ഈ മിനറൽസിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ 2023 ചോദിച്ചിരുന്നു. ദാറ്റ് ലൈക്ക് ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആയത് ഒരു വർഷം. 2024 20 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുണ്ടായത് ജോഗ്രഫിയിൽ നിന്ന്. ക്ലൈമറ്റോളജി അല്ലെങ്കിൽ ക്ലൈമറ്റിനുമായി ബന്ധപ്പെട്ട് കുറെ 8 ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, 20 ചോദ്യങ്ങൾ. ഈ കഴിഞ്ഞ പ്രിലിംസിൽ 2025 ഈ കഴിഞ്ഞ പ്രിലിംസിൽ വി ഹാഡ് അറൌണ്ട് 11 ക്വസ്റ്റ്യൻസ്. 11 ചോദ്യങ്ങളാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഈ തവണ ചോദിച്ചത്. അപ്പൊ വി ക്യാൻ എക്സ്പെക്ട് അറൌണ്ട് നോക്കിക്കഴിഞ്ഞാൽ 10 to 15 ക്വസ്റ്റ്യൻസ് എന്ന രീതിയിൽ ജോഗ്രഫിയിൽ നിന്ന് പ്രിലിംസിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. 10 to 15 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഏകദേശം 20 മുതൽ 30 മാർക്കുള്ള ചോദ്യങ്ങൾ നമുക്ക് എല്ലാ വർഷവും എക്സ്പെക്ട് ചെയ്യാം ജോഗ്രഫിയിൽ നിന്ന് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂല്. ഇനി മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ ഇത്ര കാര്യമായ ഡിസ്ട്രിബ്യൂഷൻ പറയാനില്ല. വി ക്യാൻ സേ ഇൻ മെയിൻസ് എവറി ഇയർ GS1 ആണെന്ന് പറഞ്ഞല്ലോ. GS1 വി ക്യാൻ എക്സ്പെക്ട് അറൌണ്ട് 60 to 80 മാർക്സ് വർത്ത് ക്വസ്റ്റ്യൻസ്. 60 മുതൽ 80 മാർക്ക് എന്ന രീതിയിൽ ചോദ്യങ്ങൾ ജോഗ്രഫിയിൽ നിന്ന് മെയിൻസിൽ GS1 250 ചോദിക്കാറുണ്ട്. 250 60 മുതൽ 80 മാർക്കിന്റെ ചോദ്യങ്ങൾ നമുക്ക് എല്ലാ വർഷവും എക്സ്പെക്ട് ചെയ്യാം. ഈ ജോഗ്രഫി എന്നുള്ള സബ്ജക്ട് പഠിക്കുന്നതുകൊണ്ട് പ്രിലിംസിൽ ഞാൻ ഈ പറഞ്ഞ 10 to 15 ക്വസ്റ്റ്യൻസും മെയിൻസിന്റെ 60 മുതൽ 80 മാർക്കും വാങ്ങിക്കുക എന്നുള്ളത് മാത്രമല്ല ഇതിന്റെ ഗുണം. ഇതിന്റെ മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ചോദിക്കുന്ന ഇതിൽ പഠിക്കുന്ന ചില കണ്ടന്റ് ഈസ് ഗോയിങ് ടു ഹെൽപ്പ് ഇൻ യുവർ GS3. നമ്മുടെ GS3 അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ആ പേപ്പറിൽ നമുക്ക് ചില ഭാഗങ്ങൾ ഹിറ്റ് ചെയ്യാനൊക്കെ നമുക്ക് എളുപ്പം വരും. കാരണം വെച്ചാൽ ഡിസാസ്റ്റർ എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ സൈക്ലോൺ ആസ് എ ഡിസാസ്റ്റർ അല്ലെങ്കിൽ എർത്ത് ആസ് എ ഡിസാസ്റ്റർ എന്ന് അവിടെ ചോദിക്കുമ്പോൾ എർത്ത് എങ്ങനെയാണ് ഉണ്ടാവുന്നത് നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്. എൻവയോൺമെന്റിലെ ചില കാര്യങ്ങൾ, എൻവയോൺമെന്റ് എക്കോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഐസ് ക്യാപ് മെൽറ്റിങ്ങും അല്ലെങ്കിൽ ഈ പറയുന്ന വാട്ടർ സ്കേഴ്സിറ്റിയും അല്ലെങ്കിൽ കോസ്റ്റൽ ഇറോഷനും അതിന് ജോഗ്രഫിക്കൽ പെർസ്പെക്റ്റീവ് കൂടി അറിഞ്ഞാലല്ലേ ഇവിടെ എൻവയോൺമെന്റിൽ അത് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ എൻവയോൺമെന്റിലെ ചില ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് നമ്മൾ ജോഗ്രഫി ഹെൽപ്പ് ചെയ്യാറുണ്ട്. എക്കണോമിക് ഡെവലപ്മെന്റ്, ഇവിടെ പഠിക്കുന്ന അഗ്രികൾച്ചർ ഇൻഡസ്ട്രീസ് എല്ലാം എവിടെയും വരുന്നുണ്ട്, GS3 എക്കണോമിക് ഡെവലപ്മെന്റിലും വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സബ്ജക്റ്റുകൾ എന്താണ്, ഇന്റർ കണക്റ്റഡ് ആണ്. ഇന്റർ കണക്റ്റഡ് ആയതുകൊണ്ട് ലൈക്ക് ഇഫ് യു ഹാവിംഗ് എ ഗുഡ് ബേസ് ഇൻ ജോഗ്രഫി, നമ്മൾ പൊതുവേ പറയും ഒരു സ്ഥലത്തെ ജോഗ്രഫിയും ഹിസ്റ്ററിയും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഗോയിങ് ടു ഹെൽപ്പ് യു അണ്ടർസ്റ്റാൻഡ് ബെറ്റർ അബൌട്ട് ദാറ്റ് പർട്ടിക്കുലർ റീജിയൻ. ആ സ്ഥലത്തെ പറ്റി കൂടുതൽ അറിയാൻ നിങ്ങൾ അത് ഹെൽപ്പ് ചെയ്യുമെന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ജോഗ്രഫി ലൈക്ക് ഈ ഒരു നിശ്ചിതമായ മാർക്ക് മാത്രമല്ല മറ്റു സബ്ജക്ട്സിൽ നിങ്ങളെ ഈ രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ജോഗ്രഫിയിൽ പഠിക്കേണ്ട മേജർ ടോപ്പിക്സ്, കവർ ചെയ്യേണ്ട ടോപ്പിക്സ്. ഞാൻ അതിനെ 6 ഡിവൈഡ് ചെയ്യും. 6 ടോപ്പിക്സ്. 1 ക്ലൈമറ്റോളജി, 2 ഓഷ്യാനോഗ്രഫി, 3 ജിയോമോർഫോളജി, 4 ഇന്ത്യൻ ജോഗ്രഫി, 5 എക്കണോമിക് ജോഗ്രഫി. എക്കണോമിക് ജോഗ്രഫിയോടൊപ്പം വേണമെങ്കിൽ നമുക്ക് ഹ്യൂമൻ ജോഗ്രഫി എന്ന് എഴുതാം. എക്കണോമിക് ജോഗ്രഫി ആൻഡ് ഹ്യൂമൻ ജോഗ്രഫി.
6 മാപ്പ് സ്റ്റഡി. അങ്ങനെ 6 കാര്യങ്ങളായി ഡിവൈഡ് ചെയ്യുന്നു. ക്ലൈമറ്റോളജി, ഓഷ്യനോഗ്രഫി, ജിയോമോർഫോളജി, ഇന്ത്യൻ ജോഗ്രഫി, എക്കണോമിക് ആൻഡ് ഹ്യൂമൻ ജോഗ്രഫി, ഫൈനലി മാപ്പ് സ്റ്റഡി. അപ്പോൾ ഈ പേരുകളിൽ നിന്ന് തന്നെ ഇതിന്റെ ഓരോന്നിന്റെയും എന്താണ് സംഭവം എന്ന ഐഡിയ ബേസിക്കലി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും അല്ലെ. ക്ലൈമറ്റോളജി, എന്താ ക്ലൈമറ്റോളജി പറയുന്നത്? ക്ലൈമറ്റോളജി ഈസ് ബേസിക്കലി ഡീലിംഗ് വിത്ത്, പേര് പറയുന്ന പോലെ തന്നെ, ക്ലൈമറ്റ് ഓഫ് എ റീജിയൻ. ഒരു സ്ഥലത്തെ ക്ലൈമറ്റ്, ഒരു സ്ഥലത്തെ വെതർ പാറ്റേൺ, അതിനെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ക്ലൈമറ്റോളജിയിൽ പഠിക്കുക. അതിൽ എന്തൊക്കെ പഠിക്കണം എന്നുള്ള മൈക്രോ ടോപ്പിക് ഡിവിഷൻ നമ്മൾ അടുത്ത സ്ലൈഡിൽ നോക്കും. ഓക്കെ, അതാണ് ക്ലൈമറ്റോളജി. എന്താണ് ഓഷ്യനോഗ്രഫി? ഇൻ ഓഷ്യനോഗ്രഫി വി വിൽ ബി സ്റ്റഡിങ് റിഗാർഡിംഗ് ഓഷ്യൻസ്. ഓഷ്യൻസ് എന്ന് പറയുമ്പോൾ കടലിനടിയിലുള്ള ഫിസിക്കൽ ഫീച്ചേഴ്സ്, ഓഷ്യൻ കറന്റ്സ്, ഓഷ്യൻ ടൈഡ്സ് പോലെയുള്ള കടലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓഷ്യനോഗ്രഫിയിൽ പഠിക്കും. Then geomorphology. Geomorphology എന്ന് പറയുമ്പോൾ it includes earth, earthന്റെ interior, എർത്തിന്റെ ലാൻഡ് ഫോം, earthquake, volcanism ഒക്കെ അവിടെ പഠിക്കും, ജിയോമോർഫോളജിയിൽ പഠിക്കും. Then Indian geography എന്നുള്ള കാര്യവും പഠിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ജോഗ്രഫി എന്നുള്ള സബ്ജക്റ്റിൽ നമുക്ക് കോൺസെപ്ച്വൽ പാർട്ടും ഉണ്ട്, ഫാക്ച്വൽ പാർട്ടും ഉണ്ട്. ആ കോൺസെപ്ച്വൽ പാർട്ട് മേജർലി വരുന്ന സ്ഥലങ്ങളാണ് ഈ 3 ടോപ്പിക്സ്: ക്ലൈമറ്റോളജി, ഓഷ്യനോഗ്രഫി, ജിയോമോർഫോളജി, which we combinedly called as the ഫിസിക്കൽ ജോഗ്രഫി ഓഫ് ദി വേൾഡ്. ഇതിനെയാണ് നമ്മൾ പറയുന്നത് ഫിസിക്കൽ ജോഗ്രഫി ഓഫ് ദി വേൾഡ് എന്ന് പറയുന്നത്. ഫിസിക്കൽ ജോഗ്രഫി ഓഫ് ദി വേൾഡിൽ നമ്മൾ ജോഗ്രഫിയുടെ ബേസിക് ആയ കോൺസെപ്റ്റ്സ് എല്ലാം തന്നെ പഠിക്കും. ഇപ്പൊ നേരത്തെ പറഞ്ഞ സൈക്ലോൺ എങ്ങനെ ഉണ്ടാവുന്നു, മൗണ്ടൻ എങ്ങനെ ഉണ്ടാവുന്നു ഒക്കെ നമ്മൾ പഠിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫിസിക്കൽ ജോഗ്രഫി ഓഫ് ദി വേൾഡ് നമ്മൾ തിയറി പഠിക്കുമ്പോൾ ഞാൻ പറയും, 2 കോണ്ടിനെന്റൽ ക്രസ്റ്റ് കൺവേർജ് ചെയ്യുമ്പോൾ, 2 കോണ്ടിനെന്റൽ ക്രസ്റ്റ് കൺവേർജ് ചെയ്യുന്ന കൂട്ടിച്ചേരുമ്പോൾ, കൂട്ടിമുട്ടുമ്പോൾ അവിടെ ഫോൾഡ് ഉണ്ടാവും, ഫോൾഡിങ് ഉണ്ടാവും, അവിടെ ഫോൾഡ് മൗണ്ടെയിൻസ് ഉണ്ടാവും എന്ന് പറയും. അത് കഴിഞ്ഞ് ഇന്ത്യൻ ജോഗ്രഫി പഠിക്കുമ്പോൾ പറയും ഇന്ത്യൻ പ്ലേറ്റ് യുറേഷ്യൻ പ്ലേറ്റുമായിട്ട് കൂട്ടിമുട്ടി കൺവേർജ് ചെയ്തു എന്ന് പറയും. അപ്പോൾ അവിടെ ഉണ്ടായ ഫോൾഡ് മൗണ്ടെയിൻസ് ആണ് ഹിമാലയാസ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇവിടെ പഠിക്കുന്ന കോൺസെപ്റ്റുകളെ ഒരു പരിധി വരെ വി വിൽ ബി അപ്ലൈയിങ് ഇറ്റ് ഓൺ ദി ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്. അതിനെടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഇന്ത്യൻ ജോഗ്രഫി പഠിക്കും. ഇന്ത്യൻ ജോഗ്രഫി ഈസ് കമ്പാരിറ്റീവ്ലി ഫാക്ച്വൽ. അധികം കോൺസെപ്റ്റ് ഒന്നുമില്ല, കുറെ ഫാക്റ്റ് ആണ്. ഇപ്പൊ ഹിമാലയാസ് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് നമ്മൾ അവിടെ പഠിച്ചു കഴിഞ്ഞു. ഇനി ആ ഹിമാലയാസ് ഡിവിഷൻ അല്ലെ, ഗ്രേറ്റർ ഹിമാലയാസ്, ലെസർ ഹിമാലയാസ്, ശിവാലിക്സ്, അവരുടെ പെർട്ടിക്കുലർ ഡിവിഷൻ, അവിടെ ഒറിജിനേറ്റ് ചെയ്യുന്ന റിവേഴ്സ്, അവിടെ നിന്നുള്ള ഗ്ലേഷ്യേഴ്സ്, അതൊക്കെ ഫാക്ച്വൽ കണ്ടന്റാ. അതാണ് അവിടെ പഠിക്കേണ്ടത്. പിന്നെ എക്കണോമിക് ആൻഡ് ഹ്യൂമൻ ജോഗ്രഫി എന്ന് പറയുന്ന ഭാഗം. എക്കണോമിക് ജോഗ്രഫി എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് എക്കണോമിക് ജോഗ്രഫി എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് നമ്മൾ നേരത്തെ അഗ്രികൾച്ചർ പോലുള്ള കാര്യം, ഹ്യൂമൻ ജോഗ്രഫിയിൽ പോപ്പുലേഷൻ മൈഗ്രേഷൻ പോലുള്ള കാര്യങ്ങൾ. ദെൻ മാപ്പ് സ്റ്റഡി. പ്രിലിംസിന് സ്ഥിരമായി 2-3 ചോദ്യങ്ങൾ, ചിലപ്പോൾ അതിൽ കൂടുതലോ മാപ്പ് ബേസ്ഡ് ചോദ്യങ്ങൾ UPSC ചോദിക്കാറുണ്ട്. അപ്പോൾ ആ മാപ്പ് സ്റ്റഡിയും നമുക്കൊന്ന് നടത്തണം. ഓക്കെ, അപ്പോൾ ഈ മാപ്പ് സ്റ്റഡി ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാപ്പ് എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ കാണാതെ ബൈഹാർട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. മാപ്പിന് നമ്മൾ എപ്പോഴും ശ്രമിക്കേണ്ടത് ഫെമിലറൈസ് ചെയ്യാനാണ്. ഫെമിലറൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ മാപ്പിനെ കണ്ട് 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 നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഉള്ളിലേക്ക് അത് പതിയണം. എന്നിട്ട് കുറച്ച് കോഡൊക്കെ വെച്ച് നമുക്ക് പഠിക്കാൻ പറ്റണം. മനസ്സിലായോ? കോഡ് വെച്ച് നമുക്ക് പഠിക്കാൻ വേണം, പക്ഷെ അതിന് മുമ്പ് മാപ്പിന് നമ്മൾ കണ്ടൊന്ന് ഫെമിലറൈസ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടി ലൈക്ക് നിങ്ങളൊരു അറ്റ്ലസ് വാങ്ങിക്കണം. അറ്റ്ലസ് എന്ന് പറഞ്ഞാൽ ഐ പ്രിഫർ ഓക്സ്ഫോർഡ് സ്റ്റുഡന്റ് അറ്റ്ലസ്. സ്റ്റുഡന്റ് അറ്റ്ലസ് വാങ്ങിക്കണം എന്ന് ഞാൻ പ്രിഫർ ചെയ്യുന്നു. അപ്പൊ അത്തരത്തിൽ സ്റ്റുഡന്റ് അറ്റ്ലസ് നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ന്യൂസ് പേപ്പർ വായിക്കുമ്പോഴൊക്കെ ഒരു പെർട്ടിക്കുലർ സ്ഥലത്തിനെ പറ്റി ന്യൂസിൽ കാണുമ്പോൾ നിങ്ങൾ ആ സ്ഥലത്തിനെ ഒന്ന് മാപ്പിൽ അറ്റ്ലസിൽ ലൊക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങൾ സ്റ്റുഡന്റ് അറ്റ്ലസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അറ്റ്ലസിന്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു ചാർട്ട് പേപ്പറിന്റെ സൈസിലുള്ള മാപ്പ് കിട്ടും. ആ മാപ്പ് എടുത്ത് നിങ്ങളുടെ റൂമിൽ സ്റ്റിക്ക് ചെയ്യാം. എന്നിട്ട് ഇപ്പോൾ സ്ഥലത്തിനെ പറ്റി ഒരു വാർത്ത കേൾക്കുന്നു, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സുഡാനെ പറ്റി നിങ്ങളൊരു വാർത്ത നിങ്ങൾ ന്യൂസ് പേപ്പറിൽ വായിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ലൊക്കേറ്റ് വെയർ സുഡാൻ ഈസ്. സുഡാനെ സറൗണ്ട് ചെയ്യുന്ന രാജ്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക. കാസ്പിയൻ സി ഒരു വാർത്ത കേട്ടെങ്കിൽ കാസ്പിയൻ സി എടുക്കുക, സറൗണ്ട് ചെയ്യുന്ന രാജ്യങ്ങൾ നോക്കി വെക്കുക. ഇറാഖിനെ പറ്റിയൊരു വാർത്ത കേട്ട് കഴിഞ്ഞാൽ അങ്ങനെ ന്യൂസിൽ കേൾക്കുന്ന സ്ഥലങ്ങൾ നമ്മൾ നോക്കി ഫെമിലറൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട് നമുക്ക് ഒട്ടുമിക്ക സ്ഥലങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉറച്ച് കിടന്നോളും. ഓക്കെ, അപ്പൊ അത്തരത്തിൽ മാപ്പിൽ നിന്ന് നമുക്ക് അപ്രോച്ച് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ഓരോ ടോപ്പിക്കിനെയും വി വിൽ ഡിവൈഡ് ഇറ്റ് ഫർദർ. നമുക്കൊരു സബ് ഡിവിഷൻ നടത്തിക്കൊണ്ട് ഇതിനുള്ളിൽ എന്തൊക്കെയാണ് ഫർദർ പഠിക്കാനുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. സോ വിൽ സ്റ്റാർട്ട് വിത്ത് ക്ലൈമറ്റോളജി. ക്ലൈമറ്റോളജിയിൽ വിൽ സ്റ്റാർട്ട് വിത്ത് ദി ബേസിക്സ് വെച്ച് തുടങ്ങാം. ബേസിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കുറെ കണ്ടന്റ് ഉണ്ട്. അത് ഇപ്പോഴും ഓർമ്മയുണ്ടോ എന്നാൽ നമുക്ക് റിവിഷൻ ആവശ്യമുള്ള കുറച്ച് കണ്ടന്റ്. ഫോർ എക്സാമ്പിൾ, എന്താണ് ലാറ്റിറ്റ്യൂഡ്, എന്താണ് ലോഞ്ചിറ്റ്യൂഡ്, എന്താണ് കോൺസെപ്റ്റ് ഓഫ് ടൈം, എന്താണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് ഒക്കെ എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷെ എന്നിരുന്നാലും അതിനൊന്നും നമുക്ക് കോഡിഫൈ ചെയ്തോണ്ടൊന്ന് പഠിക്കാം. ദെൻ വിൽ സ്റ്റാർട്ട് വിത്ത് അറ്റ്മോസ്ഫിയർ. ഓക്കെ, അറ്റ്മോസ്ഫിയർ എന്താണ്? അറ്റ്മോസ്ഫിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ? ഡിഫറെന്റ് ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ പഠിച്ചിട്ടുണ്ടാവില്ല. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, അത്തരത്തിലുള്ള ഡിവിഷൻ നമുക്ക് പഠിക്കണം. ദെൻ
we need to study regarding insolation and temperature. Insolation, INSOLATION ആണ്, ഇൻസൊലേഷൻ ആണ്. ഇൻസൊലേഷൻ എന്ന് പറഞ്ഞാൽ എർത്തിലേക്ക് വരുന്ന സോളാർ റേഡിയേഷനാണ് നമ്മൾ ഇൻസൊലേഷൻ എന്ന് പറയാം. അപ്പൊ എർത്തിലേക്ക് വരുന്ന ഈ സോളാർ റേഡിയേഷൻ, അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ, എവിടെയാണ് കൂടുതൽ വരുന്നത്, എവിടെയാണ് കുറവ് വരുന്നത്, അതെങ്ങനെ ടെമ്പറേച്ചറിനെ എഫക്ട് ചെയ്യുന്നു, എങ്ങനെയാണ് ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂട്ട് ആവുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മളിവിടെ പഠിക്കണം. അതിനുശേഷം ടെമ്പറേച്ചറിനെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ ക്ലൈമറ്റ് അഫക്റ്റ് നടത്ത ഫാക്ടർ ആരാണ്? ദാറ്റ് ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. എന്താണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, എങ്ങനെ പ്രഷർ ഓരോ സ്ഥലത്ത് വേരി ചെയ്യുന്നു, എവിടെയാണ് ഹൈ പ്രഷർ, എവിടെയാണ് ലോ പ്രഷർ, എന്താണ് പ്രഷർ ബെൽറ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഒക്കെ നമ്മൾ പഠിക്കും. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ബെൽറ്റ് പഠിക്കും. അറ്റ്മോസ്ഫിയറിക് പ്രഷർ പഠിച്ചു കഴിഞ്ഞാൽ then we study regarding winds. പ്രഷർ പോലെ തന്നെ പ്രഷർ കാരണം ഉണ്ടാകുന്ന കാറ്റ്, വിൻഡ് എന്ന് പറയുന്നത്, വിൻഡിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെ, ടൈപ്സ് ഓഫ് വിൻഡ്സ് ഏതൊക്കെ നമ്മളിവിടെ പഠിക്കും. ദെൻ റെയിൻഫോൾ, ടൈപ്പ് ഓഫ് റെയിൻഫോൾ ആൻഡ് ടൈപ്പ് ഓഫ് ക്ലൗഡ്സ്, റെയിൻഫോളും ക്ലൗഡ്സും. ദെൻ നേരത്തെ പറഞ്ഞ സൈക്ലോൺസ്, എങ്ങനെയാണ് സൈക്ലോൺ ഉണ്ടാവുന്നത്, ടൈപ്സ് ഓഫ് സൈക്ലോണിന്റെ കോൺസെപ്റ്റ്സ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ ഫൈനലി ക്ലൈമാറ്റിക് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം പഠിക്കാനുണ്ട്. അതായത് എർത്തിൽ പല പല ക്ലൈമാറ്റിക് കണ്ടീഷൻ, ക്ലൈമാറ്റിക് റീജിയൻസ് ആണുള്ളതോ. അപ്പൊ അങ്ങനെ ഒരു 11ഓളം ക്ലൈമാറ്റിക് റീജിയൻസ് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ, ഒരുപാട് ക്ലൈമറ്റോളജിസ്റ്റിൽ അങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ആയ ഒരു ക്ലൈമാറ്റിക് ക്ലാസിഫിക്കേഷൻ നമുക്ക് പഠിക്കണം. പ്രിലിംസിന് സ്ഥിരമായി ചോദിച്ചു കാണാറുള്ള ഇപ്പൊ മെഡിറ്ററേനിയൻ ടൈപ്പ് ഓഫ് ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ, ഡെസേർട്ട് ടൈപ്പ് എങ്ങനെ, ഇക്വറ്റോറിയൽ ടൈപ്പ് എങ്ങനെ, പല ടൈപ്പ് ഓഫ് ഡിവിഷൻസ് കാണാറുണ്ട്. അപ്പൊ ആ ക്ലൈമാറ്റിക് ക്ലാസിഫിക്കേഷനും പഠിക്കണം. ദെൻ കുറച്ച് മിസ്സലനസ് ടോപ്പിക് ഞാൻ ഇട്ടിരിക്കുന്നു. കുഞ്ഞു ക്ലൈമറ്റോളജിയുമായി ബന്ധപ്പെട്ട ചെറിയ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ക്ലൈമറ്റോളജി കഴിയും. ക്ലൈമറ്റോളജി ഫിസിക്കൽ ജോഗ്രഫി ഓഫ് ദി വേൾഡിലെ കമ്പാരിറ്റീവ്ലി ലോങ്ങസ്റ്റ് മൊഡ്യൂൾ ആണ്, ഇത്തിരി ടൈം എടുക്കുന്ന ഒരു മൊഡ്യൂൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം പഠിക്കുന്ന ഏതായിരിക്കും? ക്ലൈമറ്റോളജി ആയിരിക്കും. ഇത്തിരി കോൺസെപ്റ്റ് കൂടുതൽ വരുന്നത് ക്ലൈമറ്റോളജിയാണ്. അപ്പൊ നമ്മൾ അത് ആദ്യമേ പഠിച്ച് അങ്ങോട്ട് സെറ്റാക്കി വയ്ക്കും. അതാണ് നമ്മുടെ ലക്ഷ്യം. ക്ലൈമറ്റോളജി കഴിഞ്ഞാൽ രണ്ടാമത് നമ്മൾ നോക്കുന്നത് ഓഷ്യനോഗ്രഫി. as I said regarding ocean and water, ഓഷ്യനോഗ്രഫിയിൽ ഫസ്റ്റ് we are going to start with submarine physical features. ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൗണ്ടെയിൻസ്, പ്ലാറ്റ്യൂ ഒക്കെ പോലെ വരുന്നതാണ് ഫിസിക്കൽ ഫീച്ചർ എന്ന് പറഞ്ഞു. അപ്പൊ സബ്മറൈൻ ഫിസിക്കൽ ഫീച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? കടലിനടിയിലുള്ള ഫിസിക്കൽ ഫീച്ചർ. ട്രെഞ്ചസ്, കടലടിയിൽ മൗണ്ടെയിൻസ് ഉണ്ടെന്ന് കേട്ടതാവല്ലോ, ട്രെഞ്ചസ് ഉണ്ട്. അപ്പൊ അതിനെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടാവും സബ്മറൈൻ ഫിസിക്കൽ ഫീച്ചേഴ്സ്. ഫോളോഡ് ബൈ ഓഷ്യൻ വാട്ടർ സലൈനിറ്റി, കടൽ വെള്ളത്തിലെ ഉപ്പ് രസം. ഓഷ്യൻ വാട്ടർ സലൈനിറ്റി, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സലൈനിറ്റി, എവിടെയാണ് കൂടുതൽ സലൈനിറ്റി, എവിടെയാണ് കുറവ് സലൈനിറ്റി, എങ്ങനെയാണ് സലൈനിറ്റി മാറുന്നത്, കടലിന്റെ ഡെപ്തിലേക്ക് പോകുമ്പോൾ സലൈനിറ്റി എങ്ങനെയാണ് കൂടുന്നത്, അല്ലെങ്കിൽ കൂടുകയാണോ കുറയാണോ, അത്തരത്തെ കാര്യങ്ങൾ പഠിക്കണം. അതേപോലെ തന്നെ ഓഷ്യൻ വാട്ടർ ടെമ്പറേച്ചർ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഓഷ്യൻ വാട്ടർ ടെമ്പറേച്ചർ, എവിടെയാണ് ഹൈ ടെമ്പറേച്ചർ, എവിടെയാണ് ലോ ടെമ്പറേച്ചർ, ഡെപ്തിലേക്ക് പോകുമ്പോൾ ടെമ്പറേച്ചർ എങ്ങനെ മാറുന്നു, അത്തരത്തിൽ ഓഷ്യൻ വാട്ടർ ടെമ്പറേച്ചറും സലൈനിറ്റിയും പഠിക്കണം. Then perhaps the most important topic of oceanography, that is regarding ocean water movements. ഓഷ്യൻ വാട്ടറിലും കുറച്ച് മൂവ്മെന്റ്സ് സംഭവിക്കുന്നുണ്ട്. ആ വെള്ളം മൂവ് ചെയ്യുന്നുണ്ട്, വെള്ളം ഒഴുകുന്നുണ്ട്. അപ്പൊ ഓഷ്യൻ വാട്ടർ മൂവ്മെന്റ്സ് ഉള്ള ടോപ്പിക്കിനിടയിൽ രണ്ട് കാര്യങ്ങൾ മേജർലി നോക്കണം: കറൻസും ടൈഡ്സും. ഓഷ്യൻ കറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കരയിൽ നദികൾ ഒഴുകുന്ന പോലെ തന്നെ കടലിലും ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ പ്രഡിക്റ്റബിൾ ആയിട്ട് വെള്ളം ഒഴുകുന്നുണ്ട്, വാട്ടർ ഫ്ലോ സംഭവിക്കുന്നുണ്ട് കടലിലും, അല്ലെ ഓഷ്യനിലും, സമുദ്രത്തിലും. ആ ഫ്ലോയാണ് നമ്മൾ ഓഷ്യൻ കറൻസ് എന്ന് പറയാം. അപ്പൊ അതിന് കാരണമാകുന്ന ഫോഴ്സസ് ഏതൊക്കെയാണ് ഡിഫറെന്റ് കറൻസ്, വാം കറൻസ്, കോൾഡ് കറൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ അവിടെ പഠിക്കും. ദെൻ ഓഷ്യൻ ടൈഡ്സ് നിങ്ങൾക്ക് അറിയാലോ, വേലിയേറ്റം, വേലിയിറക്കം. പീരിയോഡിക് റൈസ് ആൻഡ് ഫോൾ ഓഫ് സീ ലെവൽ ഡ്യൂ ടു ദി ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ഓഫ് സൺ ആൻഡ് മൂൺ. സൂര്യന്റെയും ചന്ദ്രന്റെയും ഗ്രാവിറ്റേഷണൽ പുള്ള് കാരണം എർത്തിലുണ്ടാവുന്ന വാട്ടർ ലെവലിന്റെ ഉയർച്ചയും താഴ്ചയും എന്ന് പറയുന്നത് ടൈഡ്സ്. ഒരു ടൈപ്പ് ഓഫ് വാട്ടർ മൂവ്മെന്റ് കൂടി ഉണ്ട്, നമുക്ക് അത്രയും സിഗ്നിഫിക്കന്റ് അല്ല, നമ്മൾ പക്ഷേ വേറെ ടോപ്പിക്കിൽ കവറായി പോകും. ദാറ്റ് ഈസ് വേവ്സ്, തിരമാലകൾ. Then we study regarding coral reefs. പവിഴപ്പുറ്റുകൾ എന്ന് പറയുന്ന ടോപ്പിക് പഠിക്കണം. കോറൽ റീഫ്സ് നമ്മുടെ എൻവയോൺമെന്റ് ടോപ്പിക്കുമായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നതാണ്. അവിടെയും കോറൽ റീഫ്സ് ഉണ്ട്, ഇവിടെയും കോറൽ റീഫ് പഠിക്കാം. Then UN ക്ലോസ് എന്നൊരു ടോപ്പിക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. UN ക്ലോസ്, UNCLOS. UN ക്ലോസ് എന്ന് പറഞ്ഞാൽ when expanded it becomes United Nations Convention for Laws of Seas. ലോസ് എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ, LAWS, for Laws of Seas. United Nations Convention for Laws of Seas. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലെറ്റ് us കൺസിഡർ കൊച്ചി നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ കൊച്ചിയിൽ നമുക്കിപ്പോൾ പറയാം, ഫോർ എക്സാമ്പിൾ ലെറ്റ് us കൺസിഡർ ഇപ്പോൾ ഫോർട്ട് കൊച്ചി ബീച്ച് നമ്മൾ എടുത്ത് നോക്കിയാൽ, ഫോർട്ട് കൊച്ചി പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഫോർട്ട് കൊച്ചി നിൽക്കുന്നു പറയുന്ന ഈ ഭാഗം ഇറ്റ്സ് പാർട്ട് ഓഫ് ഇന്ത്യൻ, അല്ലെ ഇന്ത്യയുടെ ഭാഗത്തിനുള്ളിലാണ്, ഇന്ത്യൻ ഗവൺമെന്റ് കൺട്രോളുള്ള സ്ഥലമാണ്. പക്ഷേ ഈ കടലിൽ നിന്ന് എത്ര ദൂരം വരെ അങ്ങോട്ട് കടലിലേക്ക് ഇന്ത്യൻ ഗവൺമെന്റ് കൺട്രോൾ വരുന്നു, എത്ര വരെയാണ് ഇന്ത്യയുടെ ബൗണ്ടറി, എത്ര വരെ നമ്മൾ മീൻപിടുത്തക്കാർക്ക് പോയി മീൻ പിടിക്കാം, എത്ര വരെ നമുക്ക് മിനറൽസ് ഉപയോഗിക്കാം, അത്തരത്തിലുള്ള ഡിമാർക്കേഷൻ വേണ്ട ആവശ്യമുണ്ട് ഓഷ്യൻസിൽ. ആ ഡിമാർക്കേഷൻ നടത്തിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് UN ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ UN ക്ലോസ് നമുക്ക് അതിനനുസരിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം.
ദെൻ എൽ നിനോ സദേൺ ഓസിലേഷൻ, നമുക്ക് ചുരുക്കത്തിൽ എൻസോ എന്ന് പറയാം. എൻസോ അതായത് നിങ്ങൾ എൽ നിനോ ലാനിന പോലെ ടേംസ് ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. ഇന്ത്യൻ ക്ലൈമറ്റിനെ എഫക്ട് ചെയ്യുന്ന പസഫിക് ഓഷ്യനിൽ നടക്കുന്ന ഫിനോമിനയാണ് എൽ നിനോ ലാനിന എന്നൊക്കെ പറയുന്നത്. അതെന്താണെന്നുള്ള ഫിനോമിന എന്നുള്ള കാര്യം നമ്മൾ അവിടെ പഠിക്കും. അത് അവിടെ പറഞ്ഞാലേ ശരിയാവുള്ളൂ, കാരണം കറൻസ് ഒക്കെ ഒന്ന് പഠിച്ച ശേഷം മാത്രമേ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എൽ നിനോ ലാനിന പോലുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഓഷ്യനോഗ്രഫി കഴിഞ്ഞു. കമ്പാരിറ്റീവ്ലി ഓഷ്യനോഗ്രഫി, ജിയോമോർഫോളജി, ക്ലൈമറ്റോളജി 3 ടോപ്പിക്സിൽ ചെറിയ മൊഡ്യൂളാണ് എന്ത് ഓഷ്യനോഗ്രഫി. ഓഷ്യനോഗ്രഫി കഴിഞ്ഞാൽ വി ഗോ ഫോർ ജിയോമോർഫോളജി. ജിയോമോർഫോളജിയിൽ നമ്മൾ ഏറ്റവും ആദ്യം ഇന്റീരിയർ ഓഫ് എർത്ത് വെച്ച് പഠിക്കും. ഇന്റീരിയർ ഓഫ് എർത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവില്ല, വി ക്യാൻ ക്ലാസിഫൈ ഇൻ ടു ക്രസ്റ്റ്, മാന്റിൽ, കോർ എന്നുള്ള 3 ക്ലാസിഫിക്കേഷൻ. ആ ക്രസ്റ്റ്, മാന്റിൽ, കോർ എന്നുള്ള ക്ലാസിഫിക്കേഷൻ മാത്രം പോരാ, അതിന്റെ കുറച്ചുകൂടി ഡീപ്പർ ആയ രീതിയിൽ ഒന്ന് ക്ലാസിഫൈ ചെയ്യണം. നമ്മളവിടെ പഠിക്കാം. 3 തിയറീസ് പഠിക്കാനുണ്ട്. 3 തിയറീസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കോണ്ടിനെന്റിന്റെ ഫോർമേഷനെ പറ്റിയും കോണ്ടിനെന്റ്സിന്റെ മൂവ്മെന്റിനെ പറ്റിയിട്ട് 3 തിയറീസ് പഠിക്കണം. ഒന്ന് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി, 2 സീ ഫ്ലോർ സ്പ്രെഡിംഗ് തിയറി, 3 പ്ലേറ്റ് ടെക്ടോണിക് തിയറി. ബോറിംഗ് അല്ല, ഇൻട്രസ്റ്റിംഗ് ആയ 3 തിയറീസ് ആണ്. കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി, സീ ഫ്ലോർ സ്പ്രെഡിംഗ് തിയറി, പ്ലേറ്റ് ടെക്ടോണിക് തിയറി. ഇതിന് ശേഷം പഠിക്കാനുള്ള ജിയോമോർഫോളജിയിലെ ടോപ്പിക്കിനെ ഞാൻ 2ആയി ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്ന് എൻഡോജെനിക്, മറ്റൊന്ന് എക്സോജെനിക്. ഓക്കെ, നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്ന് എൻഡോജെനിക്, മറ്റൊന്ന് എക്സോജെനിക്. അപ്പൊ എൻഡോജെനിക്, എക്സോജെനിക് എന്നൊരു ക്ലാസിഫൈ ചെയ്യുന്നു. അതായത് നമ്മൾ ഇനി പഠിക്കുന്നത് ബേസിക്കലി ലാൻഡ് ഫോംസിനെ പറ്റിയാണ്. വി ആർ ഗോയിങ് ടു സ്റ്റഡി റിഗാർഡിംഗ് ലാൻഡ് ഫോംസ്. ലാൻഡ് ഫോംസിനെ പറ്റിയിട്ടാണ്. അപ്പൊ എർത്ത് ഉണ്ടായ സമയം തൊട്ട് ഹിമാലയാസ് ഒന്നും ഇവിടെ ഇല്ലല്ലോ, അത് പിന്നീട് ഉണ്ടായി വന്നതാണ്. അപ്പൊ ഇത്തരത്തിലൊരു ലാൻഡ് ഫോം എർത്തിൽ ഉണ്ടായി വരണമെന്നുണ്ടെങ്കിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യണം, അല്ലെ? ഒരു പെർട്ടിക്കുലർ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോഴാണല്ലോ പുതിയൊരു ലാൻഡ് ഫോം ഉണ്ടായി വരിക. അപ്പോൾ ഈ ലാൻഡ് ഫോം ഉണ്ടാകാൻ കാരണമാകുന്ന ഫോഴ്സ് എർത്തിന്റെ ഉള്ളിൽ നിന്നാണ് വരുന്നതെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ദി ഇന്റീരിയർ ഓഫ് എർത്ത്, വി യൂസ് ദ ടേം എൻഡോജെനിക്. ആ ഫോഴ്സ് എർത്തിന്റെ സർഫസിന് മുകളിലാണെങ്കിൽ വി യൂസ് ദ ടേം എക്സോജെനിക്. If the force is responsible for the formation of this landform, if it is from the interior of earth, we use the term endogenic. If it is to the surface of earth, we call the term exogenic. എർത്തിന് ഉള്ളിൽ നിന്നാണ് വരുന്നതെങ്കിൽ എൻഡോജനിക് എന്നും, എർത്തിന് പുറത്താണെങ്കിൽ സർഫസിന് മുകളിലാണെങ്കിൽ എക്സോജനിക് എന്നും പറയും. ഇതിപ്പോൾ മനസ്സിലായില്ലെങ്കിൽ ഞാൻ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. എന്തൊക്കെയാണ് എൻഡോജനിക് പ്രോസസ്സസ്? ഫോർ എക്സാമ്പിൾ എർത്ത് ക്വേക്ക്, ഭൂകമ്പം ഉണ്ടാവുന്നു. എവിടെ നിന്നാ ഫോഴ്സ് വരുന്നത്? എർത്തിന്റെ ഉള്ളിൽ നിന്നല്ലേ? എൻഡോജനിക് അല്ലേ? അതെ. 2 വോൾക്കാനിസം, ഒരു വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടാകുന്നു. എവിടുന്ന ഇറപ്ഷൻ ഉണ്ടാവുന്നേ? എവിടുന്ന മാഗ്മ വരുന്നേ? എവിടുന്ന ഫോഴ്സിന് കാരണം? എർത്തിന് ഇന്റീരിയർ എന്നല്ലേ? അതെ, എൻഡോജനിക്. സുനാമി നമ്മൾ വിചാരിക്കുന്നത് ഓഷ്യനോഗ്രഫിയിൽ പഠിക്കേണ്ടതാണെന്ന്. സുനാമിക്ക് കാരണമാവുന്നത് എന്താ? എർത്ത് ക്വേക്കോ അല്ലെങ്കിൽ വോൾക്കാനിക് ഇറപ്ഷനോ അല്ലേ? മൗണ്ടെയിൻ ബിൽഡിംഗ്, ഒരു മൗണ്ടൻ ഉണ്ടാവുന്ന ഫോഴ്സ് എവിടുന്ന? അതും എർത്തിന് ഇന്റീരിയർ എന്നല്ലേ? അപ്പൊ ഇത്തരത്തിൽ എർത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഫോഴ്സിന് കാരണമാകുന്നതിനൊക്കെ നമ്മൾ എന്ത് പറയും? വി കോൾഡ് ആസ് ദി എൻഡോജനിക് ഫോഴ്സസ്. ഇനി എക്സോജനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫസിന് മുകളിലുള്ള ഫോഴ്സ് കാരണങ്ങൾ, സംഭവങ്ങൾ ഉണ്ടാവുന്നത്. നോക്കുക, എക്സോജനിക് പ്രോസസ് എന്താണ്? ഇറോഷണൽ ആൻഡ് ഡെപ്പോസിറ്റൽ ലാൻഡ് ഫോംസ് ഓഫ്. നമുക്ക് നോക്കാം. എക്സോജനിക് പ്രോസസ് ഞാൻ പറഞ്ഞത് എന്താ? എർത്തിന് സർഫസിന് മുകളിലുള്ള ഒരു ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന ലാൻഡ് ഫോം ആണ്, അല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രോസസ്സാണ് എക്സോജനിക് എന്ന് പറയുന്നു. എർത്തിന്റെ സർഫസിന് മുകളിലുള്ള ഒരു ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന ഒരു ലാൻഡ് ഫോമിന്റെ പേര് നിങ്ങൾക്ക് ഒന്ന് പറയാമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തായിരിക്കും? You might have heard about deltas. ഡെൽറ്റാസിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ. ഡെൽറ്റാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിവേഴ്സ്, അതായത് നദികൾ അവരുടെ എൻഡില്, അവരുടെ റിവർ മൗത്ത് പറഞ്ഞാൽ എവിടെയാ? വേർ ദ റിവർ മീറ്റ്സ് ദ സീ, റിവർ കടലിലുമായിട്ട് ചേരുന്ന സ്ഥലം. റിവർ മൗത്ത് വരെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന ട്രയാങ്കുലർ ലാൻഡ് ഫോം ആണ് ഡെൽറ്റ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? റിവർ മൗത്തിൽ കൊണ്ടുവന്ന് റിവർ ചെറിയ ചെറിയ പാർട്ടിക്കിൾസിനെ കൊണ്ട് ഡെപ്പോസിറ്റ് ഉണ്ടാക്കുന്നതാണ് റിവർ ഡെൽറ്റ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഗംഗ ബ്രഹ്മപുത്ര റിവർ ഉണ്ടാക്കുന്നതാണ് എന്ത്? സുന്ദർബൻ ഡെൽറ്റ. കേട്ടിട്ടുണ്ടാവും. അപ്പൊ അത്തരത്തിൽ ഫോം ചെയ്യുന്ന ഡെൽറ്റ. ഈ ഡെൽറ്റ ഉണ്ടാവാൻ കാരണമാകുന്നത് എന്താ? ഈ റിവേഴ്സ് അല്ലേ? റിവേഴ്സ് എവിടെ ഒഴുകുന്നേ? എർത്തിന്റെ സർഫസിന് മുകളിലല്ലേ? അപ്പൊ അതെന്തൊരു ലാൻഡ് ഫോം ആണ്? അതൊരു എക്സോജനിക് ലാൻഡ് ഫോം ആണ്. അല്ലെങ്കിൽ വേണ്ട, സാൻഡ് ഡ്യൂൺസ്. ലെറ്റ് us കൺസിഡർ സാൻഡ് ഡ്യൂൺസ്. എന്താ സാൻഡ് ഡ്യൂൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡെസേർട്സിൽ കാണുന്ന മണൽ തിട്ടകൾ എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാവുന്നത്? കാറ്റ് വീശുമ്പോൾ കാറ്റ് ക്യാരി ചെയ്യുന്ന സാൻഡിനെ കാറ്റ് കൊണ്ട്, ലൈക് വിൻഡ് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തുണ്ടാവുന്നതാണ് എന്ത്? ദാറ്റ്സ് ഹൗ ദി സാൻഡ് ഡ്യൂൺസ് ആർ ഫോംഡ് അല്ലെ? അങ്ങനെയാണ് സാൻഡ് ഡ്യൂൺസ് ഉണ്ടാവുന്നത്. അപ്പോൾ അവിടെ സാൻഡ് ഡ്യൂൺസ് ഫോർമേഷന് കാരണമാകുന്ന ഫോഴ്സ് എന്താ? വിൻഡ് ആണ്. വിൻഡ് എവിടെ വരുന്നത്? എർത്തിന്റെ സർഫസിന് മുകളിലല്ലേ? യെസ്, ഇറ്റ്സ് അബൌവ് ദി സർഫസ് ഓഫ് എർത്ത്. അപ്പൊ അതൊരു എക്സോജനിക് ലാൻഡ് ഫോം ആണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഡെൽറ്റയുടെ കേസ് നമുക്ക് എടുക്കാം. ഡെൽറ്റയിൽ സാൻഡ് ഡ്യൂൺ ഒന്ന് കൺസിഡർ ചെയ്യും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനാണ് ആ റിവർ എന്ന് വിചാരിക്കുക.
അപ്പൊ ഞാനൊരു ഡെൽറ്റ ഇവിടെ ഉണ്ടാക്കുകയാണ്. എങ്ങനെയാണ്? കുറെ മണ്ണ് കൊണ്ട് ഇട്ടിട്ട് ഡെൽറ്റ ഉണ്ടാക്കുകയാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? വേറെ എവിടെന്നോ കുറെ മണ്ണ് എടുത്തുകൊണ്ട് വന്നിട്ട് ഐ എം ഡെപ്പോസിറ്റിംഗ് ഓവർ ഹിയർ അല്ലെ. ഐ എം ടേക്കിംഗ് ദി സാൻഡ് ഫ്രം സം അതർ പ്ലേസ്, ട്രാൻസ്പോർട്ടിംഗ് ഇറ്റ്, ഡെപ്പോസിറ്റിംഗ് അറ്റ് സം അതർ പ്ലേസ്. അപ്പോൾ ആ ഡെപ്പോസിഷന്റെ റിസൾട്ട് ആയിട്ട് ഉണ്ടായതാണ് എന്ത്? ഡെൽറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനത് വേറെ എവിടെന്നോ എടുക്കുകയല്ലേ, ഐ എം ടേക്കിംഗ് ഇറ്റ് ഫ്രം സംവെയർ എൽസ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടുന്ന് കുറെ മണ്ണെടുത്ത് ഇവിടെ ഇടുന്ന പ്രോസസ്സാണ് ചെയ്യുന്നത്. മണ്ണ് ഇടുന്നിടത്ത് ഒരു ലാൻഡ് ഫോം ഉണ്ടാവുന്ന പോലെ മണ്ണ് എടുക്കുന്നിടത്ത് ഒരു കുഴി ഉണ്ടാവുമല്ലേ, അവിടെയും ഒരു ലാൻഡ് ഫോം ഉണ്ടാവുമല്ലേ. അപ്പോൾ എവിടെ നിന്നാണോ അത് റിമൂവ്ഡ് ആവുന്നത് അവിടെ ഉണ്ടാവുന്നത് എന്താണ്? ഇറോഷണൽ ലാൻഡ് ഫോം. എവിടെയാണോ അത് കൊണ്ടിട്ടൊരു ലാൻഡ് ഫോം ഉണ്ടാവുന്നത് അവിടെ ഉണ്ടാവുന്നതാണ് എന്ത്? ഡെപ്പോസിഷണൽ ലാൻഡ് ഫോം. അപ്പൊ നമുക്ക് ഇറോഷണൽ ലാൻഡ് ഫോം നോക്കണം, ഡെപ്പോസിഷണൽ ലാൻഡ് ഫോം നോക്കണം. ആരുടെയൊക്കെ? ഫ്ലൂവിയൽ, റിവേഴ്സ് ഉണ്ടാക്കുന്നത്, റണ്ണിങ് വാട്ടർ ഉണ്ടാക്കുന്നത്. ഇയോലിയൻ, വിൻഡ് ഉണ്ടാക്കുന്നത്. ഗ്ലേഷ്യൽ എന്ന് പറഞ്ഞാൽ ഗ്ലേഷ്യേഴ്സ് ഉണ്ടാക്കുന്നത്. സീ വേവ്സ് ഉണ്ടാക്കുന്നത്. കാസ്റ്റ് നമുക്ക് നോക്കാം, കുറച്ച് ഗ്രൗണ്ട് വാട്ടർ റിലേറ്റഡ് ആണ്. ഞാൻ ഫിഗർ കാണിച്ച് അവിടെ പഠിപ്പിക്കും, നമുക്ക് മനസ്സിലാവും. ഗ്രൗണ്ട് വാട്ടർ റിലേറ്റഡ് ആണ്, മനസ്സിലാക്കി വെക്കാം. പിന്നെ ഒരു ടോപ്പിക് കൂടിയാണ് എന്ത്? വെതറിംഗ്. വെതറിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? വലിയ റോക്സ് പൊട്ടി കുഞ്ഞു റോക്സ് ആവുന്നു, കുഞ്ഞു റോക്സ് പൊട്ടി സോയിൽ ആവുന്നു, അതിന്റെ ഡിഫറെന്റ് ടൈപ്സ്. ഇത്രയും കാര്യങ്ങളാണ് എന്ത്? ജിയോമോർഫോളജി എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്നത്. ഇനി ഇന്ത്യൻ ജോഗ്രഫി ഉണ്ട്. ഇന്ത്യൻ ജോഗ്രഫിയിൽ വിൽ സ്റ്റാർട്ട് വിത്ത് ഹിമാലയസിന്റെ ക്ലാസിഫിക്കേഷൻ, അവിടുത്തെ ഫീച്ചേഴ്സ് ഒക്കെ പഠിക്കണം. ഗ്രേറ്റർ ഹിമാലയ, ലെസർ ഹിമാലയ, ശിവാലിക്സ്, പൂർവാഞ്ചൽ പോലുള്ള കാര്യങ്ങൾ. Then peninsular block of India, ഇന്ത്യയുടെ പെനിൻസുലാർ ഭാഗത്തിനെ പറ്റി. അവിടെ we need to study regarding mountains, plateaus and ghats. Okay, we need to study regarding mountains, plateaus and ghats. അതായത് ഹിമാലയാസ് അല്ലാതെ പെനിൻസുലാർ ഭാഗത്തുള്ള മൗണ്ടൻസ് ഉണ്ടല്ലോ, ആരവലീസ്, വിന്ധ്യ, സത്പുരാസ്, അവരെ പറ്റി പഠിക്കണം. ഡെക്കാൻ പ്ലാറ്റ്യൂ, ചോട്ടാനാഗ്പൂർ പ്ലാറ്റ്യൂ, പ്ലാറ്റ്യൂനെ പറ്റി പഠിക്കണം. നമ്മുടെ സ്വന്തം വെസ്റ്റേൺ ഗട്ട്സ്, ഈസ്റ്റേൺ ഗട്ട്സിനെ പറ്റിയും പഠിക്കണം. Then we study regarding the coastal plain. അല്ലെ, ഇന്ത്യ നമ്മുടെ അടുത്ത് ഇന്ത്യ പെനിൻസുല ആണെന്ന് പറയും. പെനിൻസുല എന്ന് പറയാൻ കാരണം എന്താ? 3 sides of India is covered with water. അപ്പൊ ഇന്ത്യക്ക് ഏകദേശം 7516 കിലോമീറ്ററിന്റെ കോസ്റ്റ് ലൈൻ ഉണ്ട്. അപ്പോൾ ഈ കോസ്റ്റിലൊക്കെയുള്ള കോസ്റ്റൽ പ്ലെയിൻസ് അവരുടെ ക്ലാസിഫിക്കേഷൻ നമുക്ക് പഠിക്കണം. Then we will study regarding islands of India. Especially we need to focus on 2 islands of India, that is Andaman Nicobar Islands and Lakshadweep Island. Then rivers of India, important. Northern plains, ഗംഗ, ബ്രഹ്മപുത്ര, ഇൻഡസ് റിവർ ഉണ്ടാകുന്ന നതേൺ പ്ലെയിൻസ്. ഇന്ത്യയുടെ സോയിൽസ്, നാച്ചുറൽ വെജിറ്റേഷൻ, ഇന്ത്യയിലെ ഫോറസ്റ്റ് കവർ, എൻവയോൺമെന്റ് റിലേറ്റഡ് ആണ്, ഓവർലാപ്പിംഗ് ആണ്. ദെൻ ഫൈനലി ഇന്ത്യൻ ക്ലൈമറ്റ്. ഇത് ഫാക്ച്വൽ ആണ്. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ജോഗ്രഫി കഴിഞ്ഞു. പിന്നെ വരുന്നത് എക്കണോമിക് ജോഗ്രഫി എന്ന് പറയുന്ന ഭാഗമാണ്. എക്കണോമിക് ജോഗ്രഫിയിൽ നമുക്ക് അഗ്രികൾച്ചർ ഉണ്ട്, മിനറൽസ് ഉണ്ട്, ഇൻഡസ്ട്രീസ് ഉണ്ട്. അഗ്രികൾച്ചറിൽ മേജർലി ക്രോപ്സ് ഒക്കെയാണ് പഠിക്കുന്നത്. അത് ഓരോ ക്രോപ്പും എങ്ങനത്തെ കണ്ടീഷനാണ് വളരുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കണം. മിനറൽസും ഡിസ്ട്രിബ്യൂഷൻ പഠിക്കണം, ഇൻഡസ്ട്രീസും ഡിസ്ട്രിബ്യൂഷനും പഠിക്കണം. ഇത് ബേസിക്കലി ഫാക്ച്വൽ ആയ കണ്ടന്റ് ആണ്. നമുക്കൊരു ലോങ് സെഷൻ വെച്ചെടുത്ത് തീർക്കാവുന്നേ ഉള്ളൂ. എന്ത്? മിനറൽസും ഇൻഡസ്ട്രീസും. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഹ്യൂമൻ ജോഗ്രഫി എന്ന് പറഞ്ഞൊരു ഭാഗം കൂടിയുണ്ട്. ഹ്യൂമൻ ജോഗ്രഫി എന്നൊക്കെ ലൈക്ക് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ ചോദ്യങ്ങൾ വന്നിട്ട് കുറെ നാളായി. സെറ്റിൽമെന്റ്സ്, പോപ്പുലേഷൻ പോലുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് അവിടെ പഠിക്കണം. ഓക്കെ, വളരെ ബേസിക് ആയി നമ്മുടെ ഒരു NCERT ബുക്ക് തന്നെ ഫോളോ ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഇനി ജോഗ്രഫി പഠിക്കുവാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ ബുക്ക് റെഫർ ചെയ്യണം, ഏതൊക്കെ ബുക്ക് നിങ്ങൾ റെഫർ ചെയ്യണം? നിങ്ങൾ പൊതുവെ നിങ്ങൾ എല്ലാവരും പറയുന്നുണ്ടാവും 6th to 12th വരെയുള്ള NCERT ബുക്സ് എല്ലാവരും വായിക്കണം എന്നുള്ളത്. 6th തൊട്ട് 12th വരെയുള്ള NCERT ബുക്സ് എന്തായാലും വായിച്ചിരിക്കണം. ഗിവ് മോർ എംഫസിസ് ഓൺ, മോർ സ്ട്രെസ് ഓൺ ക്ലാസ് 11th and 12th ജോഗ്രഫി, എസ്പെഷ്യലി ക്ലാസ് 11th. ഫണ്ടമെന്റൽസ് ഓഫ് ഫിസിക്കൽ ജോഗ്രഫി എന്ന് പറയുന്ന ബുക്ക്, ഇന്ത്യൻ ഫിസിക്കൽ എൻവയോൺമെന്റ് എന്ന് പറയുന്ന ബുക്ക്, ഇത് രണ്ടും നമ്മുടെ ജോഗ്രഫിയുമായിട്ട് വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആണ്. അതുപോലെ 12th ജോഗ്രഫി ടെക്സ്റ്റ് ബുക്കും വായിക്കണം. 11th 12th ജോഗ്രഫി എത്ര തവണ വായിക്കാൻ പറ്റുമോ അത്രയും തവണ വായിക്കുക. അതിൽ നിന്നുള്ള കണ്ടന്റ് പഠിച്ചു വയ്ക്കുക. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ 11th 12th ബുക്ക് നമ്മുടെ സിലബസുമായി വളരെയധികം ഓറിയന്റഡ് ആയി കിടക്കുന്നു. അപ്പോൾ ആ രീതിയിൽ ഒന്ന് നോക്കി വയ്ക്കുക. ദാറ്റ് വുഡ് ബി വെരി വെരി ഹെൽപ്ഫുൾ. അപ്പോൾ ബുക്കിന് വേണ്ടി അത് തന്നെ നോക്കിയാൽ മതി. പിന്നെ സ്ലൈഡ്സ് നോക്കാം. ആൻഡ് ഇഫ് യു വാണ്ട് ഫർദർ റെഫറൻസ് നമുക്ക് വേണമെങ്കിൽ ഫിസിക്കൽ ജോഗ്രഫിയിൽ GC ലിയോങ്ങിന്റെ ഒരു ചെറിയ പുസ്തകമുണ്ട്. ബാക്കി പുസ്തകങ്ങൾ ഞാൻ പറയാത്തത് എല്ലാം തന്നെ വലുതാണ്. നമുക്ക് അത് ഒരുപാട് ടൈം അവിടെ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരും. അപ്പൊ അതിന്റെ അത്രയും ഡെപ്തിലേക്ക് പോകേണ്ട. 11th 12th പ്ലസ് GC ലിയോങ് പ്ലസ് സ്ലൈഡ് വുഡ് ബി മോർ ദാൻ ഇനഫ്. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ക്ലാസ്സിൽ ഞാൻ ഒരുപാട് ഫിഗേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. ആ ഫിഗേഴ്സ് എല്ലാം തന്നെ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് വരച്ചെടുക്കണം. കാരണം പ്രിലിംസ് കഴിഞ്ഞാൽ മെയിൻസിൽ നമ്മൾ പോകുമ്പോൾ ഫിഗേഴ്സും ഡയഗ്രത്തിനൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ഉണ്ട്. ജോഗ്രഫിയിൽ വരുന്ന ചോദ്യങ്ങളിൽ ഒരു 80% ചോദ്യങ്ങൾക്കും ഫിഗേഴ്സോ ഡയഗ്രാംസോ മാപ്സോ വരയ്ക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടാവും. പെട്ടെന്ന് ഒരു ദിവസം പോയിട്ട് ഫിഗറുകൾ വരയ്ക്കാൻ നമുക്ക് നടക്കൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് കുറച്ച് റെഡിമെയ്ഡ് ആയ ഫിഗേഴ്സ് നമുക്ക് ആവശ്യമുണ്ട്. സോ ക്ലാസ്സിൽ ഐ വിൽ ബി ഇൻക്ലൂഡിംഗ് ലോട്ട്സ് ഓഫ് ഫിഗേഴ്സ്. വേൾഡ് മാപ്പ് ഒക്കെ ഞാൻ ചിലപ്പോൾ വരച്ച് കാണിക്കും. അപ്പൊ നിങ്ങളും ഒപ്പം വരയ്ക്കണം. അപ്പോൾ ആ രീതിയിൽ നോട്ടിൽ ഒന്ന് വരച്ചെടുത്തുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നോട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടി ജോഗ്രഫിക്ക് വേണ്ടി അടുത്ത ക്ലാസ്സോട്ട് നോട്ട് എടുക്കുമ്പോൾ
മറ്റേ A4 സൈസുള്ള വലിയ നോട്ട്ബുക്ക് എടുക്കുക, എന്നിട്ട് ഫിഗേഴ്സ് ഒക്കെ വരച്ചെടുക്കുക. ഫിഗേഴ്സ് അല്ലാതെ മാപ്പിന്റെ ഔട്ട്ലൈൻ എടുക്കാനും ഞാൻ പറയില്ല, കാരണം മാപ്പൊക്കെ വരച്ച് പഠിക്കണം, എന്നാലേ മെയിൻസ് നമുക്ക് നല്ലൊരു മാർക്ക് വാങ്ങിക്കുവാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്രയും ടോപ്പിക്സ് ആണ് ജോഗ്രഫിയിൽ നമുക്ക് ബേസിക്കലി കവർ ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ജനറൽ ഓറിയന്റേഷൻ അബൌട്ട് ദി സബ്ജക്റ്റ് ആണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്തത്. അപ്പൊ നമ്മൾ അതിന്റെ സബ്ജക്റ്റ് എന്താണെന്നും അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നും കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചുള്ള മാർക്കിന്റെ ഷെയർ, അതേപോലെ നമുക്ക് കവർ ചെയ്യേണ്ട ഇമ്പോർട്ടന്റ് ടോപ്പിക്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടോപ്പിക്കുമായിട്ട് വി വിൽ സീ ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.